രാവിലെ നേരത്തെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് മലമ്പുഴ ഡാമിനടുത്തെത്തി. ഡാമിൻ്റെ ഷട്ടർ തുറന്നിരിക്കുന്ന സമയമായിരുന്നു അത്. സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് മലമ്പുഴ ഡാമിൻ്റെ ഭംഗി അത് നേരിട്ട് കണ്ടു തന്നെ ആസ്വദിക്കണം. മലമ്പുഴയിലെത്തിയാൽ പല രീതിയിലുള്ള കാഴ്ചകളാണ് കാണാൻ കഴിയുക. കാടിനുള്ളിലൂടെ യാത്ര ചെയ്ത് നേരെ പോയത് കവയിലേക്കായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഡാമുകളിലൊന്നായ മലമ്പുഴ ഡാമിൻ്റെ ഭംഗി നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കവ. ഈ ഡാം എത്ര വലുതാണെന്നുള്ള കാര്യം ശരിക്കും ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഈ വർഷം നന്നായി മഴ പെയ്ത കാരണം ഡാമിൽ നിറയെ വെള്ളമുണ്ട്. ചെറുതും വലുതുമായ കുറേ കാട്ടരുവികളും പുഴകളും തോടുകളെല്ലാം മലമുകളിൽ നിന്ന് ഒഴുകി വന്ന് നേരെ ഡാമിലേക്ക് പോകാറുണ്ട്. ഇങ്ങനെയുള്ള പുഴകളും അരുവികളും ഇവിടെ വരുന്ന സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കാറുണ്ട്. മലമ്പുഴയിൽ വന്നാൽ മലമ്പുഴ ഡാം മാത്രമല്ല, ഒട്ടനവധി നല്ല കാഴ്ചകൾ ഇവിടെ വരുന്ന സഞ്ചാരികൾക്കായി ഈ സ്ഥലം സമ്മാനിക്കാറുണ്ട്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതും കുറേ ദൂരം യാത്ര ചെയ്തു വന്ന് കുറച്ച് വൈകി കിടന്നതിന് ശേഷം ഏകദേശം 8 മണിവരെയെല്ലാം കിടന്നുറങ്ങേണ്ട ഒരു ദിവസമാണ്. പക്ഷെ രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റു ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് യാത്ര പോവുക എന്ന് പറഞ്ഞാൽ ഉള്ള ക്ഷീണമെല്ലാം മറക്കും. ഇന്നലെ രാത്രി കുറച്ച് വൈകിയാണ് എത്തിയെങ്കിലും ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേൽക്കാനുള്ള കാരണം മലമ്പുഴ ഡാമിലേക്കുള്ള യാത്രയാണ്. ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം മലമ്പുഴ ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്ന കുറേ റീൽസും വീഡിയോസ് എല്ലാം കണ്ടിരുന്നു. ഞാനും കുറച്ച് കാലങ്ങളായി മലമ്പുഴ ഡാമിൻ്റെ ഷട്ടർ തുറക്കുമ്പോഴുള്ള കാഴ്ചകൾ വീഡിയോസും ഫോട്ടോസും എടുക്കാനായി കാത്തിരിക്കുന്നു. ഇപ്പം കൃത്യം ഡാമിൻ്റെ ഷട്ടർ തുറന്ന സമയത്ത് നാട്ടിലെത്താനും കഴിഞ്ഞു. ഏകദേശം 6-6:15 ഡാമിനടുത്തെത്തി. ഇപ്പം ഇവിടെ ഒട്ടും തിരക്കില്ല. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. കൃത്യം 9 മണിക്ക് എനിക്ക് ജോലി തുടങ്ങണം. അതിനു മുമ്പ് കിട്ടിയ കുറച്ച് സമയത്താണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. എന്തായാലും ഈ സമയത്ത് ഇവിടെ എത്തിയത് നന്നായി. ഒട്ടും തിരക്കില്ലാതെ ഡാമിൻ്റെ കാഴ്ചകൾ ഇന്ന് കാണാൻ കഴിയും. ഈ ഒരു സമയത്ത് തൂക്കുപാലത്തിലൂടെ നടക്കാൻ കഴിഞ്ഞാലോ അല്ലെങ്കിൽ റോപ്പ് വേയിലൂടെ പോകാൻ കഴിഞ്ഞാലെല്ലാം കുറച്ചുകൂടി ആ ഡാമിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയും. സൂര്യൻ ഉദിച്ച് വെളിച്ചം വന്നു തുടങ്ങി. രാവിലെ നടക്കാനും സൈക്ലിങ്ങിനും ഓടാനൊക്കെയായി ഇറങ്ങിയവരെയാണ് ഇവിടെ കൂടുതൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഏകദേശം ഒരു 10 മണിയോടുകൂടിയെല്ലാമാണ് ഇവിടെ ടൂറിസ്റ്റുകളുടെ തിരക്ക് വരിക. അതുവരെ കൂടുതലും പാലക്കാട്ടുകാർ മാത്രം വന്നു പോകുന്നൊരു സ്ഥലമാണത്. ഇവിടെ നിൽക്കുമ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കണ്ട ടൂറിസ്റ്റ് പ്ലേസുകളിലൊന്നാണ് ഈ മലമ്പുഴ. പണ്ട് എപ്പോൾ ട്രിപ്പ് പ്ലാൻ ചെയ്താലും അത് ചെന്നെത്തി നിൽക്കുന്നത് ഈ മലമ്പുഴയിലാണ്. ഇപ്പോഴും പെട്ടെന്നൊരു യാത്ര പോകാമെന്ന് ആലോചിച്ചാൽ മനസ്സിലേക്ക് കയറി വരുന്ന മലമ്പുഴയും കവയെല്ലാമാണ്. മലമ്പുഴ ഡാമിൻ്റെ ഷട്ടറിൻ്റെ ആ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി കവയിലൂടെ ചെറിയൊരു ഡ്രൈവ് പോയിട്ട് വരാം. പാലക്കാടുള്ളവർക്ക് അല്ലെങ്കിൽ പാലക്കാട് എന്തെങ്കിലും കാര്യത്തിനായി വന്നവർക്ക് പെട്ടെന്ന് കണ്ടുപോകാൻ പറ്റിയൊരു സ്ഥലമാണ് കവ. എന്നാൽ വിശദമായി ഈ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാമെന്നാൽ ചിലപ്പോൾ ഒരു ദിവസം മതിയാവില്ല. കവയിലെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ പോകുന്ന വഴിക്ക് കാണാൻ ഭംഗിയുള്ള സ്ഥലത്ത് നിർത്തുക, ആ ഭംഗി ആസ്വദിക്കുക. പോകുന്ന വഴിയിലുള്ള ഒരു സ്ഥലമാണത്. സാധാരണ വീക്കെൻഡ്സിലെല്ലാം വരുമ്പോൾ എപ്പോഴും ഇവിടെ നല്ല തിരക്കായിരിക്കും. ഫോറസ്റ്റ് ഏരിയ ആണ്, അതിക്രമിച്ച് കയറരുത് എന്നൊരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി സൈഡാക്കി റോഡിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം എടുക്കുന്നത്. കുറേ വർഷം പഴക്കമുള്ള മരങ്ങളും അതിൽ നിന്ന് താഴെ വീണ് കിടക്കുന്ന വേരുകളുമാണ് ഇവിടെ കാണാൻ കഴിയുക. ഈ ഒരു ഭാഗത്ത് ഏകദേശമുള്ള മരങ്ങളെല്ലാം ഇങ്ങനെയാണ്. അതിൽ നിന്നെല്ലാം വേര് താഴേക്ക് വീണ് കിടക്കുന്നുണ്ട്. ഒരുപാട് വർഷം പഴക്കമുള്ള മരങ്ങളാവാനാണ് സാധ്യത. തിരക്കുള്ള ദിവസങ്ങളിൽ പണ്ട് ഇതുവഴി പോയപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ മരത്തിലെ വേരുകളിലെല്ലാം ഇരുന്ന് ഫോട്ടോ എടുക്കാനും മറ്റുമായിട്ടാണ് ടൂറിസ്റ്റുകൾ കൂടുതൽ ഇവിടെ വരുന്നത്. ഈ സ്ഥലം കണ്ടാൽ തന്നെ ചെറിയൊരു കൗതുകം തോന്നും. എത്ര വെയിലുണ്ടെങ്കിലും മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാരണം ഇവിടെ എപ്പോഴും നല്ല തണലും ഇരുട്ടുമാണ്. പലപ്പോഴായി ഇതുവഴി പോകുമ്പോൾ ഇവിടെ നിർത്തി കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന് കരുതിയതാണ്. തിരക്ക് കാരണം അന്നൊന്നും അതിന് പറ്റിയില്ല. ഈ വഴിയിലൂടെയെല്ലാം
എത്ര തവണ വന്നിട്ടുണ്ട് എന്നുപോലും ഓർമ്മയില്ല. എന്നാലും ആദ്യമായി യാത്ര ചെയ്യുന്ന ഒരു കൗതുകം എപ്പോഴും ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ തോന്നാറുണ്ട്. പുതിയൊരു ഡാം ഫേസിങ് കഫേയാണത്. രാവിലെ നേരത്തെ ആയ കാരണം അതൊന്നും തുറന്നിട്ടില്ല. സമയം ഇപ്പോൾ ഏകദേശം 7 മണി ആയിട്ടുള്ളൂ. ഒരു 8:30 ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് തിരിച്ചു പോകണം. അതുവരെ കാണാൻ പറ്റുന്ന കാഴ്ചകളെല്ലാം കാണാം. കേരളത്തിലെ ഏറ്റവും വലിയ ഡാമുകളിലൊന്നാണ് മലമ്പുഴ ഡാം. ഈ മലമ്പുഴ ഡാമിൻ്റെ വലുപ്പം ശരിക്കും കണ്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കവ. ഇതുവഴി യാത്ര ചെയ്താൽ പല ഭാഗങ്ങളിലായി മലമ്പുഴ ഡാം കാണാൻ കഴിയും. വേനൽക്കാലത്ത് വെള്ളം അകത്തേക്ക് കയറിപ്പോവും. മഴക്കാലത്താണ് ഇവിടെ വരുന്നതെങ്കിൽ റോഡിനോട് ചേർന്ന് ഡാമിലെ വെള്ളം കാണാൻ കഴിയും. അതുപോലെ ഡാമിൻ്റെ പലയിടങ്ങളിലായി കാണാൻ കഴിയുന്ന കരിമ്പനകളും ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ്. കവയുടെ ഒരു ഐക്കോണിക് പിക്ചർ എന്ന് പറയുന്നത് ഈ ഡാമും കരിമ്പനകളും തൊട്ടുപുറകിലായുള്ള മലനിരകളെല്ലാം ഉൾപ്പെട്ടതാണ്. കവ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് കയറി വരുന്ന ആ ഒരു ചിത്രവും ഇത് തന്നെയാണ്. പാലക്കാട്ടെ പ്രശസ്തമായ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഈ സ്ഥലം. ഈ സ്ഥലം പ്രശസ്തമാവാനുള്ള ഒരു കാരണം അങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് മലയാള സിനിമകളാണ്. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് സാധാരണയായി ഞാൻ സൺസെറ്റ് കാണാനും കവയിലേക്ക് വരുമ്പോൾ വരാറ്. നല്ലൊരു സൺസെറ്റ് വ്യൂ പോയിന്റ് കൂടിയാണത്. വലയിൽ കുടുങ്ങിയ മീനുകളെ പിടിക്കാൻ പോയിരിക്കുകയാണ് ആ വരുന്ന ആൾ. കുറേ ദൂരം ടയറിൻ്റെ ട്യൂബ് വെച്ച് നീന്തിയാണ് പോകുന്നത്. ഡാമിൻ്റെ പലയിടങ്ങളിലായി മീൻ പിടിക്കാനായി വലയിട്ട് വെച്ചിട്ടുണ്ട്. രാവിലെ നേരത്തെയോടെ വന്നാൽ ഡാമിൻ്റെ എൻട്രൻസിനടുത്തായി നല്ല ഫ്രഷായി മീൻ കിട്ടുന്ന സ്ഥലമുണ്ട്. അങ്ങ് ദൂരെയാണ് ആദ്യം കണ്ടത്. അത് കഴിഞ്ഞ് നീന്തിയപ്പോൾ കരയ്ക്കെത്താറായി. കയ്യിലിരിക്കുന്ന ചാക്കിനകത്താണ് മീനുള്ളത്. വൈകുന്നേരങ്ങളിലും ഇവർ മീൻ പിടിക്കാനായി ഡാമിലേക്ക് ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അധികമൊന്നുമില്ല, വളരെ കുറച്ച് മീനുകളെ പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. കുറച്ചു നേരം സംസാരിച്ച് അതും കൊണ്ട് പുള്ളിക്കാരൻ പോയി. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും പറ്റിയൊരു സ്ഥലമാണത്. അധികം തിരക്കില്ലാത്ത സമയത്തെല്ലാം ഇതുവഴി വന്നാൽ മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണ് കിട്ടുക. രാവിലത്തെ ഈ ഇളം തണുപ്പും ഡാമിൻ്റെയും കാടിൻ്റെയും എല്ലാം മനോഹരമായ കാഴ്ചകളും ഇവിടെ കാണാൻ കഴിയുന്ന ഈ മനോഹരമായ കാഴ്ചകളെല്ലാം കൊണ്ട് തന്നെയാണ് എത്ര തവണ കവയിലേക്ക് വന്നാലും ഇവിടെ വീണ്ടും വരുമ്പോൾ ആദ്യമായി വരുന്ന ആ ഒരു പ്രതീതി തോന്നുന്നത്. ഡാമിൻ്റെ നല്ല വ്യൂകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി ഡാമിലേക്ക് വെള്ളം വരുന്ന കുറേ ചെറിയ അരുവികളും പുഴകളെല്ലാം ഇവിടെയുണ്ട്. അങ്ങനെ ഒരു സ്ഥലം തേടി പോവാം. പിന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലത്തേക്കൊന്നും അധികം കയറി പോകാൻ നിൽക്കരുത്, പ്രത്യേകിച്ചും കാടിനുള്ളിലേക്ക്. ചില ആളുകൾ ഡാമിനടുത്തേക്കെല്ലാം വണ്ടി ഇറക്കാറുണ്ട്. അതും ചെയ്യാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ബസ്സുകൾ വരുന്നൊരു വഴി കൂടിയാണിത്. പലതവണ KSRTC ഇതുവഴി പോകുന്നത് കണ്ടിട്ടുണ്ട്. പ്രൈവറ്റ് ബസ്സുകളും ഇതുവഴി ഉണ്ട് എന്നാണ് കേട്ടത്. അങ്ങനെ വന്ന് ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. KSRTCയിൽ കാറ്റും കൊണ്ട് മലമ്പുഴയുടെ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് ഇതുവഴി യാത്ര ചെയ്താൽ. പോകുന്ന വഴിയിൽ കല്ലമ്പുഴ പാലം എന്നൊരു പാലം ക്രോസ് ചെയ്തു. പാലം കഴിഞ്ഞ് വണ്ടി പാർക്ക് ചെയ്തു. ഇതാണ് ഞാൻ നോക്കി നടന്ന സ്ഥലം. ഇനി മുന്നോട്ട് പോകുന്നില്ല. കല്ലമ്പുഴ പാലത്തിൻ്റെ കാഴ്ചകൾ കൂടി കണ്ട് തിരിച്ചു പോവുക. ഇതാണ് പറ്റിയ സ്ഥലം. നിറയെ കല്ലുകളും അതിനിടയിലൂടെ വരുന്ന പുഴയും. അങ്ങനെ ആയിരിക്കാം ഈ പുഴയ്ക്ക് കല്ലമ്പുഴ എന്ന് പേരിട്ടത്. നിറയെ മരങ്ങളും മരത്തിൽ നിന്ന് താഴേക്ക് വീണ് കിടക്കുന്ന വേരുകളെല്ലാം മനോഹരമായൊരു സ്ഥലം. ആ കല്ലുകൾക്കിടയിലൂടെ വെള്ളം കുതിച്ചു പായുന്നത് നോക്കി നിൽക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം. പാലത്തിൻ്റെ മറ്റൊരു ഭാഗമാണിത്. ഈ ഭാഗത്തായാണ് ഡാം ഉള്ളത്. വെള്ളം നേരെ ഡാമിലേക്കാണ് പോകുന്നത്. ഇതുപോലെ ഒട്ടനവധി പുഴകളും അരുവികളും മലമ്പുഴ ഡാമിൽ ചെന്ന് ചേരുന്നുണ്ട്. ഈ പാലത്തിന് തൊട്ട് താഴേക്ക് നോക്കിയപ്പോൾ ചെറിയൊരു ചെക്ക് ഡാം പോലെ തോന്നി. അതൊന്ന് ഉറപ്പ് വരുത്താനായിട്ടാണ് ഒന്നുകൂടി അടുത്ത് പോയി നോക്കിയത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് കണ്ടിട്ട് ഒരു ചെക്ക് ഡാം പോലെ തോന്നുന്നില്ല. ഒരു സ്റ്റെപ്പ് പോലെയാണ്. അവിടെ വെള്ളം നന്നായി വീഴുന്നുണ്ട്. ഈ പാലത്തിനടുത്തൂടെ ഒരു വഴി പോകുന്നുണ്ട്. അവിടെ കണ്ട നാട്ടുകാരനോട് അതുവഴി പോകാമോ, സേഫ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അടുത്ത് പോയാൽ മതി, ഒരുപാട് ദൂരം പോകണ്ട എന്നാണ് പറഞ്ഞത്. ഒരുപാട് ദൂരം പോകുന്നില്ല. ഇവിടെ അടുത്ത് തന്നെ നിന്ന് മലമുകളിൽ നിന്ന് കാട്ടിലൂടെ കല്ലുകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന ഈ പുഴയുടെ ഭംഗി ആസ്വദിക്കാം. ഇത് കണ്ടിട്ട് ശരിക്കും ഒരു കാട്ടരുവി പോലെയാണ് തോന്നുന്നത്. വരുന്ന വഴിയിൽ കണ്ട മരങ്ങളെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പോലുള്ള സ്ഥലം തന്നെയാണ് ഇവിടെയും. മരങ്ങളെല്ലാം ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാരണം ചെറിയൊരു ഇരുട്ടാണ് ഇവിടെ. നല്ല തണുപ്പുമുണ്ട്. ഈ ഒഴുകിപ്പോകുന്ന വെള്ളവും നോക്കി ഇവിടെ ഒരു മരച്ചുവട്ടിലിരുന്നാൽ പിന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കാനേ തോന്നില്ല. ഒരു പണിയില്ലാതെ വെറുതെ ഇവിടെ ഇരുന്നാലും മണിക്കൂറുകളോളം ഒരു മടിയും കൂടാതെ ഇവിടെ അങ്ങ് ഇരുന്നു പോകും. അതാണ് ഇതുപോലുള്ള സ്ഥലങ്ങളുടെ പ്രത്യേകത. ഈ കാണുന്ന പുഴയോട് ചേർന്നുള്ള വഴിയിലൂടെയാണ് നടന്നു വന്നത്. ഇവിടെ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരുപാട് കാടിനകത്തേക്കൊന്നും കയറാതിരിക്കാൻ ശ്രമിക്കുക. വെള്ളത്തിലിറങ്ങുന്നതും കുറച്ച് അപകടം തന്നെയാണ്. മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമായ കാരണം
എപ്പോൾ വേണേലും വെള്ളം കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ മുഴുവൻ കല്ലുകളാണ്. എങ്ങാനും കാലുവഴുതി വീണാൽ അത് വലിയൊരു അപകടത്തിൽ തന്നെ എത്തിക്കും. ഇവിടെ വരുന്നവർ മാക്സിമം സേഫായ രീതിയിൽ ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. സ്വയം അപകടം വിളിച്ചു വരുത്തുന്ന ഒന്നും ചെയ്യാതിരിക്കുക. ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾ പറയുന്നത് മാത്രം അനുസരിച്ച് ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നൊരു വർക്കിംഗ് ഡേ ആയ കാരണം മാത്രമാണ് ഇവിടെ ഒന്നും ഇങ്ങനെ തിരക്കില്ലാതെ കാണാൻ കഴിഞ്ഞത്. വീക്കെൻഡ്സിലെല്ലാം ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. ഇതുപോലുള്ള ഭംഗിയുള്ള സ്ഥലം കണ്ടാൽ ആരാണ് ഇവിടെ ഒന്ന് നിർത്തി ഈ ഭംഗിയൊന്നും ആസ്വദിക്കാതിരിക്കുക? ചുറ്റുമുള്ള ചില മരങ്ങളുടെ വേരെല്ലാം താഴേക്ക് വീണ് കിടക്കുന്നുണ്ട്. ഈ ഒരു സമയമാണ് ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ സമയം. മഴക്കാലത്ത് ഇവിടെയെല്ലാം വെള്ളം നിറഞ്ഞ് കുറച്ച് അപകടം പിടിച്ച സ്ഥലങ്ങളായി മാറും. വെള്ളം കൂടുതലുള്ള സമയത്തൊന്നും ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാൻ പോലും കഴിയില്ല. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് വേനൽ തുടങ്ങിയാൽ ഈ വെള്ളമെല്ലാം വറ്റും. നവംബർ തൊട്ട് ജനുവരി അവസാനം വരെയാണ് സേഫായിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം സന്ദർശിക്കാൻ പറ്റിയ സമയം. കാടിനെയും പ്രകൃതിയെല്ലാം സ്നേഹിക്കുന്നവർക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇനിയിവിടെ കാണാനായി ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറച്ച് സമയം കൂടി ഇവിടെ ചെലവഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായാലും തിരിച്ചു പോകാൻ സമയമായി. ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ മാക്സിമം സേഫ്റ്റി ഉറപ്പുവരുത്താൻ നോക്കുക. പ്ലാസ്റ്റിക് പോലുള്ള വേസ്റ്റുകൾ അവിടെ ഇവിടെയും വലിച്ചെറിയാതിരിക്കാനേ ശ്രമിക്കുക. മലമ്പുഴയും കവയെക്കുറിച്ചെല്ലാം ഇതിനു മുമ്പും കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം.